ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലീനെയാണ്. അപ്പോൾ അഞ്ജലി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഉണ്ട് കൂടെ. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് മോളെ എന്ന് വിളിച്ചു. അല്ല, കഴിഞ്ഞതൊക്കെ നീ മറന്നു കളയണം. ഇനി അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാനേ നിൽക്കണ്ട. നീ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്ക്, മോള് ചെല്ല് എന്ന് പറഞ്ഞു. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിന്ന് അച്ഛനറിയോ? പുറത്തിറങ്ങിയത് ഇന്നാ. ഞാൻ പുറത്തിറക്കിയാന്ന് പറയേ? അതെ, അച്ഛൻ പുറത്തിറക്കിയത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്രയും നാളും അച്ഛൻ എന്തെടുക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല. അതെ, ചോദിച്ചത് കേട്ടില്ല അച്ഛനോട്. പണം, സ്വാധീനം, എന്തിന്? ഈ ലോകം തന്നെ ഉള്ളം കയ്യിലെടുത്ത് നിനക്ക് തരും എന്ന് അച്ഛൻ പലപ്പോഴും പറയാറില്ലേ? എന്നിട്ടും ഞാൻ എന്താവശ്യപ്പെട്ടാലും തരും എന്നും അച്ഛൻ പറയാറുണ്ട്. ഉണ്ട്, ശരിയാണ്. മോൾ ആവശ്യപ്പെട്ടത് എന്തും അച്ഛൻ സാധിച്ചു തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്നെ പുറത്തിറക്കാനായിട്ട് വൈകി എന്നാ ചോദിച്ചത്. അവളവിടെ കിടക്കട്ടെ, ഒരു പാഠം പഠിക്കട്ടെ എന്ന് അച്ഛൻ കരുതിയോ എന്ന് ചോദിച്ചു. കരുതിക്കൂട്ടി എന്നെ പുറത്തിറക്കാതിരുന്നാണോ അച്ഛാ? മോളെ, എനിക്കങ്ങനെയാണ് തോന്നണത്. അതെ, ശരിക്കും പണവും സ്വാധീനം കൊണ്ട് എപ്പോഴും രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് വെറും മണ്ടത്തരമാണ്. എൻ്റെ പണവും സ്വാധീനം കണ്ടിട്ട് എന്തും ചെയ്യാമെന്ന് മോള് കരുതരുത് എന്ന് പറഞ്ഞു. അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, കഴിഞ്ഞതൊക്കെ മോള് മറന്നു കളയണം. പുതിയൊരു ജീവിതം തുടങ്ങുന്നീയ. ആരെ വേണം നിനക്ക്? ആരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. അച്ഛൻ നിനക്ക് അവനെ കെട്ടിച്ചു തരും, ഉറപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ മീനു ഒന്ന് നോക്കിയിട്ട്, എനിക്ക് അർജുനെ മതി, എനിക്ക് അവനെ തന്നെ വേണം, എനിക്ക് അവനെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അതെ, 1000 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനെ പറ്റില്ല, അവനെ മാത്രം നീ മറന്ന് കളയാൻ. അവനിന്ന് വിവാഹിതനാണ്, അവനൊരു കുടുംബമുണ്ട്. പിന്നെ വേറെ ആര് നീ പറഞ്ഞാലും ഞാൻ ഒരു എതിർപ്പും പറയാതെ ആ വിവാഹം നടത്തിത്തരും. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നീ ഇന്ന് കടക്കേണ്ട കാര്യമില്ല. ആദ്യം നിൻ്റെ മൈൻഡ് ഒന്ന് തണുപ്പിക്കുക. ഒരിക്കലും അവൻ നിൻ്റെ സ്വന്തമാവില്ല. അതെ, എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെ അർജുൻ്റെയും മീനുവിൻ്റെയും പിരിക്കാൻ അതെനിക്ക് കഴിയും. നിർത്ത, ഇത്രയും മണ്ടത്തരങ്ങൾ നീ വെറുതെ എന്നോട് പുലമ്പാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഈ കളി നീ അവസാനിപ്പിച്ചില്ല എങ്കിൽ അഞ്ജലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. കട്ടായം പറയുകയാണ്. എന്നിട്ട് അച്ഛനങ്ങ് പോയിട്ടോ. അപ്പോൾ അഞ്ജലി ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പം അഞ്ജലിയുടെ അവളെയും അവനെയും അകറ്റാൻ ഞാൻ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തീർക്കും ഞാൻ മീനുവിനെ, അല്ലെങ്കിൽ അവനെ. 2 പേരിൽ ആരെങ്കിലും. അധികകാലം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കില്ല അർജുൻ, ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വാശിയിലാണ്. അപ്പോൾ വേണ്ട അഞ്ജലിയുടെ ഫോൺ റിങ് ചെയ്യാണ്. ഫോൺ എടുത്തു. ഹലോ, ആ പറയൂ സുമിത്ര, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു. ആ ഞാനോ, ഞാൻ വീട്ടിലുണ്ട്. ആ ഇച്ചിരി ചെറിയ ടെൻഷനില്ല. നീ എന്താണേലും ഇന്ന് വരണ്ട എന്ന് പറഞ്ഞു. എന്താ ഇത്ര അത്യാവശ്യം എന്ന് ചോദിച്ചു. അപ്പം ആ ശരി നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഫോൺ വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഗൗതത്തിനെയാണ്. അപ്പോൾ ഗൗതം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് ഫോണിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ഇത് കണ്ടു പുള്ളി ആകെ അപ്സെറ്റ് ആയി കേട്ടോ. അപ്പോഴാണ് അഖില കയറി വരുന്നത്. ആഹാ, ഇന്നെന്താ ജോലിക്ക് പോണില്ലേ? ലീവൊക്കെ തീർന്നില്ലേ എന്ന് ചോദിച്ചു. ലീവ് എന്താ പോവാത്തത് എന്ന് ചോദിച്ചു. ഞാൻ ജോലിക്ക് പോകാതിരിക്കും, നിനക്കെന്താടി എന്ന് ചോദിച്ചു. തട്ടിക്കയറുകയാണ്. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. നീ ഇതൊന്ന് വായിക്കേ, ഏതോ ഒരുത്തൻ എനിക്ക് അയച്ച മെസ്സേജാ, നീ ഇത് വായിക്കുക എന്ന് പറഞ്ഞ് നേരെ അഖിലയുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുകയാണ്. നിന്റെ ഭാര്യയുടെ പുറത്തുള്ള മാർഗ്ഗം അതിപ്പോഴും ഉണ്ടോ? എല്ലാവരും കണ്ടതാത്. പിന്നെ അത് നീ നീക്കം ചെയ്യണം. പിന്നെ അത് നീക്കം ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, നീ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, അവളെ എൻ്റെ അടുത്തേക്ക് വിട് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. ഇതുകൊണ്ട് എന്താ പറയുക, എന്താ ചെയ്യേണ്ടത്, ഏതവനാ ഇത് അയച്ചത് എന്ന് ചോദിച്ചു. അറിയില്ല, ആ ഫോൺ ഇങ്ങോട്ട് താ, അവനുള്ള മറുപടി ഞാൻ അയച്ചോളാം. എന്തിന് വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു. നാശം, ശരിക്കും പറഞ്ഞാൽ കുറച്ചു കാലം എല്ലാം മറന്ന് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കായിരുന്നു. വീണ്ടും തുടങ്ങി. ഈ കളങ്കം മായ്ച്ചാലും തീരില്ല. ഗൗതം, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞതാ. ഇതുപോലെ കളിയാക്കവനെ എൻ്റെ മുന്നിൽ വെച്ച് തല്ലിയതുവാ. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ മനസ്സ് കൊടുക്കരുതേ ഗൗതം, നമ്മുടെ ജീവിതത്തെ ബാധിക്കൂത്. അറിയാം,
അത് തന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ എനിക്ക് പറ്റണില്ല. എന്നെ സഹിക്കാൻ എനിക്ക് കഴിയണില്ല. എന്നെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള മെസ്സേജും കളിയാക്കലും ഒക്കെ വരണമെങ്കിൽ നീ എങ്ങനെ പ്രതികരിക്കും അഖില? പറയ. സത്യം പറഞ്ഞാൽ ഏത് സമയത്താണ് നിന്നെ എടുത്ത് ഞാൻ തലയിൽ വയ്ക്കാൻ തോന്നിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അഖില ഇങ്ങനെ നോക്കുകയാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ തലയിലായതാണോ നീ എൻ്റെ തലയിലായതാണോ? എന്താ സംഭവിച്ചത്? ഗൗതം ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം മൂങ്ങാൻ തുടങ്ങിക്കോളും. അതിന് തക്കതായി ആണായിട്ട് നിന്ന് തക്കതായി മറുപടി കൊടുക്കുക ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ നിന്ന് കരയല്ല ചെയ്യേണ്ടത് എന്ന് അഖില പറഞ്ഞു. അറിയാം, പക്ഷേ എങ്കിൽ ഇത് എത്ര നാളിങ്ങനെ ഫേസ് ചെയ്യും? എനിക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് രണ്ടും രണ്ട് വഴിക്ക് പോണതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഈ നാണം കെട്ട് ജീവിക്കേണ്ട ഗതികേടിലാണ് ഞാൻ. ശരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. ആ ശരി, ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. രണ്ടും രണ്ട് വഴിക്ക് തന്നെ പോട്ടെ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? നിനക്ക് ഇത്തിരി സ്നേഹം പോലും എന്നോടില്ലേ? സ്നേഹം ഇങ്ങനെ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാവണം എങ്കിൽ മാത്രമേ അങ്ങോട്ടുണ്ടാവുള്ളൂ. നീ എനിക്ക് എന്താ തന്നത്? ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ കോമാളിയാക്കി എന്നെ അപമാനിക്കപ്പെട്ടു ഞാൻ. ശരിക്കും ഇപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ നിമിഷം. ജീവിത അവസാനം വരെ ഇത് അനുഭവിക്കാനാ എൻ്റെ വിധി എന്ന് പറഞ്ഞ് നിനക്ക് പറ്റിയത് ഞാനായിരുന്നില്ല, നിൻ്റെ അമൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. ഛേ, നിൻ്റെ മറുക നാട്ടുകാരെ കാണിച്ച് അന്ന് മുതൽ എന്തായിരുന്നു അവൻ തന്നെയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗൗതം അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അഖിലേക്ക് ഭയങ്കര സങ്കടമായി. അഖില ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണും നമ്മുടെ അർജുനെയും മീനുവിനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ ഇതേണ്ട എന്താ പറയുക തോട്ടത്തിലേക്കൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിനെ അന്വേഷിച്ച് സുമിത്രൻ എന്ന് പറയുന്ന ആ സുഹൃത്ത് വന്നിരിക്കുകയാണ്. ആഹാ, എന്താ സുമിത്ര എന്ന് ചോദിച്ചു. അപ്പം അല്ലഞ്ജലി, ഞാൻ അറിഞ്ഞു നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അല്ല, അർജുൻ വേറെ വിവാഹം കഴിച്ചതും നീ അവൻ്റെ പുറകെ നടന്നതും നിന്നെ അവൻ പറ്റിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ നീ അവനെതിരെ പണി കൊടുക്കാൻ പോയിട്ട് ജയിലിലായതുവരെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എല്ലാം ഇവനിങ്ങനെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അതെ, തൽക്കാലം ഒന്നും വേണ്ട, ഞാനാകെ ചുട്ടു പഴുത്തിരിക്കുക സുമിത്ര, അതുകൊണ്ടാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് ചുട്ടു പഴുത്ത കാരണവും എനിക്കറിയാമെന്ന്. അപ്പോൾ പറയണം, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ കോളേജ് ഡേയ്സ് അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല സുമിത്ര. ഏറ്റവും അടുത്ത സുഹൃത്തൊന്നും അല്ലെങ്കിലും എൻ്റെയും അർജുൻ്റെയും കൂട്ടായിരുന്നു നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാം നിനക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് ഇപ്പം കണ്ടില്ലേ എൻ്റെ അവസ്ഥ? അവനിപ്പം വേറൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് കഴിയുന്നു. പക്ഷേ അല്ല, അവൻ്റെ ഭാര്യയ്ക്ക് അവനെ ഇഷ്ടമല്ല, ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണല്ലോ മുമ്പ് നീ പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പോൾ സ്നേഹത്തിലായത് എന്ന് ചോദിച്ചു. പതിയെ അങ്ങനെ അങ്ങ് സംഭവിച്ചു. രണ്ടുപേരും ഒന്നായി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, എല്ലാം നടന്നു എന്ന് പറഞ്ഞു. അല്ല, എന്നിട്ടും നീ വിടാതെ എന്തിനാ അവൻ്റെ പുറകെ നടക്കുന്നത്? അവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കണം എനിക്ക്. എന്നെ ചതിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കാനായിട്ട് അവനെ ഞാൻ സമ്മതിക്കില്ല. നിൻ്റെ ഒരു കാര്യം അതൊക്കെ വിട്ട് കളയടി, എന്തിനു വെറുതെ. പിന്നെ അഞ്ജലി, ഞാനിങ്ങോട്ട് വന്നത് എനിക്കറിയാം, നീ കാശിന് വേണ്ടിയല്ലേ ഇങ്ങ് വന്നത്? അതെ, കാശിന് വേണ്ടിയിട്ടല്ലാതെ സുഖം അന്വേഷിക്കാനൊന്നും നീ വരാറില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നിച്ചു പഠിച്ചവർ, സുഹൃത്തുക്കൾ, ഇവരുടെ ഒക്കെ അടുത്ത് പോയി കൈനീട്ടുക എന്നുള്ളതല്ലേ നിൻ്റെ ഒരു ഹോബി. എന്നിട്ട് ലാവിഷായിട്ടങ്ങ് ജീവിക്കാം. നാണമില്ലേ നിനക്ക് എന്ന് ചോദിച്ചു. എനിക്കൊരു 10,000 രൂപ മതി. അല്ല, അത്യാവശ്യമാണ്. നീ ഇങ്ങനെ കാശിനായിട്ട് തെണ്ടി നടക്കേണ്ട ഒരു കാര്യമില്ല. നിനക്ക് ആവശ്യത്തിനുള്ള കാശ് ഞാൻ നിനക്ക് തരാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചാൽ മതി. മനസ്സിലായില്ല? പറയാം. നീ അർജുനെ ചെന്ന് കാണണം. എന്നിട്ട് അവൻ്റെ തോട്ടത്തിൽ ഒരു ജോലി തരണം എന്ന് നീ പറയണം. ദാരിദ്ര്യം പറഞ്ഞാൽ അവൻ എന്താണേലും വീഴും. പിന്നെ നീ അവൻ്റെ കൂടെ നിൽക്കുക, മീനുവിൻ്റെയും അവൻ്റെയും നീക്കങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടുപേരെയും തെറ്റിക്കാൻ രണ്ട് വഴിക്കാക്കാൻ ശ്രമിക്കുക. അവർ കൂടുതൽ അടുക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അഞ്ജലി ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് തന്നെ പറയണം. അർജുൻ, മീനു എന്നിവരെ രണ്ട് വഴിക്കാക്കാൻ ഞാൻ നിന്നെ സഹായിക്കണം. അത്രയല്ലേ ഉള്ളൂ? ഞാൻ നിന്നെ സഹായിക്കും.
ഇപ്പം തന്നെ ഞാൻ പോയി അർജുനെ കാണാം, ജോലി വേണമെന്നും പറയാം. അവൻ ജോലി തന്നിരിക്കും. ആദ്യം നീ തോട്ടത്തിലെ വീട്ടിലായിരിക്കും അവൻ താമസിക്കുന്നത്. പതിയെ പതിയെ അവൻ്റെ വീട്ടിൽ കയറി പറ്റണം. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ആദ്യം ഞാനും കയറട്ടെ, ഇന്നത്തെ കാര്യം നടക്കട്ടെ അഞ്ജലി. ശരി, ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അഞ്ജലി പൈസ എടുത്ത് കൊടുക്കുകയാണ്. ആളുകളെ തമ്മിൽ തെറ്റിക്കുന്നതിൽ ഡോക്ടറേറ്റ് ഉള്ളവനാണ് ഈ സുമിത്രൻ. പിന്നെയാണ് അർജുനും മീനുവും. അർജുനും പാവം രണ്ടുപേരും. അവരുടെ കാര്യം കഷ്ടം തന്നെയാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ സുമിത്രൻ ഇങ്ങനെ വളരെ ദയനീയ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ അർജുനെയാണ് കാണുന്നത്. അർജുൻ തോട്ടത്തിലേക്ക് ഇറങ്ങി, മീനു നീ ഇന്ന് ലീവ് എടുക്കണ്ടായിരുന്നു. അത് സാരമില്ല, വിട്ടുകള എന്ന് പറഞ്ഞു മീനു. അപ്പോൾ അർജുൻ, എന്നാലേ ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമോ? ചിലപ്പോൾ. എന്നാൽ ഞാൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരാം. അതൊന്നും വേണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അർജുൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഈ സുമിത്രൻ ഇങ്ങനെ നിൽക്കുന്നത്. സുമിത്രൻ എന്ന് കണ്ടപ്പോൾ തന്നെ അർജുൻ്റെ മുഖം മാറി. എൻ്റെ പൊന്നു മച്ചാനെ, എത്ര നാളായി അളിയാ കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ് പരസ്പരം. മീനുവിന് ആരും മനസ്സിലായൂല. ആളാകെ മാറിയല്ലോ, ശരിക്കും താടിയൊക്കെ വെച്ച് നിന്റെ കാര്യങ്ങളൊക്കെ അറിയണം മീനു സിസ്റ്ററെ എന്ന് വിളിച്ചു. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ വിളിച്ചില്ല കണ്ടില്ല എന്നൊക്കെ വരും, പക്ഷേ എല്ലാ കൂട്ടുകാരെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതാണ് എൻ്റെ എന്തന്വേഷണം. അവൻ അന്വേഷിക്കും, അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് അന്വേഷിക്കും. എന്നിട്ട് അവിടെ ചെന്ന് അവരോട് കാശ് മേടിക്കും. അതാ ഇവൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ അതൊക്കെ അവൻ്റെ ഹോബി. അർജുൻ, ആളെ കളിയാക്കരുത് കേട്ടോ. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇത് സുമിത്ര, ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് മീനു. പിന്നെ ഫ്രണ്ട്സായിരുന്നു. അന്നത്തെ ഇവൻ്റെ വിരോധം പ്രണയിക്കുന്നവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, എന്താണെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ജോലിക്കും പോയിട്ടില്ല. ആരുടെയിലൊക്കെ മുന്നിൽ പോയി അവൻ്റെ കാര്യം സാധിച്ച് അവൻ ജീവിക്കും. എൻ്റെ പൊന്നു സുമിത്ര, നിനക്ക് തരാനുള്ള കാശ് എൻ്റെ കയ്യിലില്ലാട്ടോ എന്ന് പറഞ്ഞു. അതിന് ഞാൻ കാശ് ചോദിക്കാനൊന്നും വന്നതല്ലടാ, പക്ഷേങ്കിൽ എനിക്കൊരു ജോലി കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. ജോലിയോ? നിനക്ക് പറ്റുന്ന ഞാൻ എന്ത് ജോലി തരാനാ? അല്ല, നിനക്ക് തോട്ടവും ഒക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും തോട്ടത്തിൽ പണി. അയ്യോ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാടാ, പക്ഷേങ്കിൽ എത്ര നാളോ ഇങ്ങനെ ജോലിയും പണിയില്ലാതെ ജീവിക്കുക. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നീ കാര്യമായിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ കാര്യമായിട്ട് തന്നെയാണ്, നീ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം മീനോട് ചോദിക്കുകയാണ്, എന്താ മീനു ചെയ്യേണ്ടതെന്ന്. എന്താണെങ്കിലും കൃഷിപ്പണിക്ക് ഇന്നത്തെ കാലത്ത് ആളെ കിട്ടാത്ത സമയമല്ലേ, അർജുൻ എന്താണെങ്കിലും കൂടെ കൂട്ടിക്കോ എന്ന് മീനു പറഞ്ഞു. താങ്ക് യു പെങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഇവനെയും കൂട്ടിക്കൊണ്ട് അർജുൻ നേരെ തോട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മീനു ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷേങ്കിൽ ഇവൻ മഹാ കള്ളനാണ്, അവൻ ഒരു പണിയും ചെയ്യണില്ല. അപ്പോൾ കൂട്ടത്തിലെ പ്രതാപേട്ടനും ഉണ്ട്, അങ്ങനെ അവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നിൽപ്പുണ്ട്. ഈ സമയത്തും ഇവനിങ്ങനെ നിന്ന് അലമ്പി കളിക്കുകയാണ്. ആദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലേ എന്നിങ്ങനെ പ്രതാപേട്ടൻ ചോദിച്ചപ്പം അതെ. അല്ല, ആ തൂമ്പ വെച്ചുള്ള കിള കാണുമ്പോൾ തന്നെ അറിയാം. സാരമില്ല അർജുൻ, ഇവൻ തലവേദനയാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒരുമിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇവനെ ഒഴിവാക്കി അല്ലെങ്കിൽ അർജുനെ വെട്ടിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ്. അതെ, എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. നീ വേഗം ചെന്നെടുത്തിട്ട് സംസാരിച്ചിട്ട് വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നു ഫോൺ എടുത്തു. അഞ്ജലിയാണ് എന്ന് മനസ്സിലാക്കി ഇച്ചിരി മാറി നിന്ന് സംസാരിക്കുകയാണ്. അഞ്ജലി, നീ എന്താ ഈ കാര്യങ്ങളൊക്കെ, നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്ന് അഞ്ജലി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സമയം കിട്ടിയില്ല, ഞാനേ അർജുൻ്റെ കൂടെ ഇവിടെ കയറിപ്പറ്റി, അവൻ്റെ സഹായിച്ചുകൊണ്ട് ഇപ്പം ജോലിയില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നു പോകണ്ട. ഈ സമയത്ത് അഞ്ജലി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അഞ്ജലിയുടെ അച്ഛൻ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കേസ് വിട്ടേരെ, ഇതിൻ്റെ പുറകെ പോകരുത് എന്ന്. പക്ഷേ ഈ അഞ്ജലി വിടാൻ തയ്യാറായില്ല. അപ്പോൾ അഞ്ജലി പറയണം, അതെ, എത്രയും വേഗം തന്നെ അവരെ രണ്ടിനെയും രണ്ട് വഴിക്കാക്കണം. നിനക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം, അതിനു മുൻപ് എല്ലാം സെറ്റാക്കി വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ, നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ഇപ്പം നീ തൽക്കാലം ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.